ഹിന്ദു രാജ്യമായിരുന്ന കൊച്ചി തിരുവിതാംകൂറിനെ മതേതര രാഷ്ട്രം എന്ന് എഴുതി വച്ചതിന് ശേഷവും എങ്ങനെ ഗവൺമെന്റുകൾക്ക് ക്ഷേത്രം ഭരിക്കാൻ കഴിയുന്നു? തിരുവിതാംകൂറിൽ 1250 ക്ഷേത്രവും ഒരു ട്രസ്റ്റിഷിപ്പായി മാത്രം കൊടുത്തിരിക്കുന്ന ഗവൺമെന്റിന് എങ്ങനെ ദേവസ്വം മന്ത്രിയെ വയ്ക്കാൻ കഴിയുന്നു? അവർക്ക് എങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെ നിയമിക്കാൻ കഴിയുന്നു? വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കണം. ഇത് ചോദിക്കുമ്പോൾ 1950കളിൽ 49 കാലഘട്ടത്തിൽ ആർ ശങ്കറിന്റെയും കോൺഗ്രസിന്റെ മുടിചൂടാമനായ നേതാവായിരിക്കുകയും SNDPയുടെ വലിയ നേതാവായിരിക്കുകയും ചെയ്ത ആർ ശങ്കറിന്റെയും NSSന്റെ വലിയ നേതാവായിരുന്ന മന്നത്ത് പത്മനാഭന്റെയും, പിള്ള അദ്ദേഹം തന്നെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിള്ള പറയുന്നില്ല, മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ഹിന്ദു മണ്ഡലത്തിന്റെ എന്ന പേരിൽ കൊല്ലത്ത് വലിയ സമ്മേളനം നടന്നു. ആ സമ്മേളനം നടന്ന സമയത്തിന്റെ തുടർച്ചയായിട്ടാണ് അവരെ രണ്ടുപേരെയും ദേവസ്വം ബോർഡിൽ എടുത്തതോടുകൂടി പിന്നെ ആ ഹിന്ദു NSS SNDP സഖ്യം ഒന്നും ഉണ്ടായില്ല. പിന്നെ അതിങ്ങോട്ട് വന്ന് ഇന്നും നായാടി മുതൽ നമ്പൂരി വരെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നും അരങ്ങത്ത് മണിയറയിലും NSS SNDPയും തല്ല് തന്നെയാണ്. ഈ തല്ലൊക്കെ മുതലാക്കുന്നത് മറ്റ് സമൂഹവും മറ്റു സമുദായവുമാണെന്നും ഉള്ളതും തിരിച്ചറിയണം. ഞാൻ ശബരിമലയിലേക്ക് വരാം. ശബരിമല ക്ഷേത്രം 1950 തീവച്ചത് ആരാണ്? ശബരിമല ക്ഷേത്രം തീവച്ചത് എന്നെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കേശവമേനോന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. പരമശിവൻ, മിന്നൽ പരമശിവൻ എന്നറിയപ്പെടുന്ന SI ആണ് ഇത് അന്വേഷിച്ചത്. അതേ സൈക്കിളിൽ എല്ലായിടത്തും പോയി വളരെ പെട്ടെന്ന് സ്ഥലത്തെത്തുന്ന ഒരു കേസുണ്ടായാൽ പെട്ടെന്ന് വരുന്നതാണ് മിന്നൽ പരമേശ്വരനെ. അദ്ദേഹമാണ് ഇത് അന്വേഷിച്ചത്. അദ്ദേഹം പിന്നെ അമേരിക്കയിലൊക്കെ പോവുകയൊക്കെ ചെയ്തു. പിന്നെ അദ്ദേഹം മകളുടെ അടുത്തൊക്കെ പോയെന്നും പിന്നെ പുസ്തകമൊക്കെ എഴുതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരിൽ പുസ്തകമൊക്കെ ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു കോടാലി വാസു, ഒരു ജോസഫാണ് ഇത് ചെയ്തത്. കോടാലി ജോസഫ് അവിടെ ഒരു പിച്ചള കോടാലിയുമായിട്ട് ശബരിമലയിൽ താമസിക്കുന്ന ആളായിരുന്നു. അയാൾ സാത്വികനായതുകൊണ്ട് ആരും ഒന്നും ചെയ്തില്ല. അയാൾ ആദ്യം ജോസഫായിരുന്നു, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളായിരുന്നു. പിന്നെ അദ്ദേഹം മതം മാറി ഹിന്ദു മതത്തിൽ വന്നു, സന്യാസിയായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് അയാൾ അവിടെ താമസിക്കുകയായിരുന്നു. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ കോടാലി കൊണ്ട് 10-15 വെട്ടൊക്കെ വെട്ടി ഈ ക്ഷേത്രത്തെ നശിപ്പിച്ചത്.